ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നുസല്ലി വ നുസല്ലിമു അലാ നബിയിന മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹബിഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, കുറേ സ്ഥലങ്ങളിൽ ആളുകൾ ഇങ്ങനെ ഖുർആൻ എന്നൊരു പൂമരച്ചോട്ടിൽ ഒരുമിച്ച് കൂടുന്ന ഭംഗിയുള്ള കാഴ്ചകൾ വളരെ അടുത്ത കാലത്താണ് വ്യാപകമായത്. കുറേ കാലം ഖുർആനിനെ ഇങ്ങനെ വായിക്കാനുള്ളതായിട്ടായിരുന്നില്ല, ആദരിച്ച് ബഹുമാനിച്ച് സൂക്ഷിച്ചു വെക്കാനുള്ളതായിട്ടായിരുന്നു വലിയൊരു ജനസമൂഹം കണ്ടത്. പി.കെ. പാറക്കടവിൻ്റെ ഒരു ചെറിയ കഥയുണ്ട്. അതിൽ പറയുന്നുണ്ട്, ദൈവമേ, നിൻ്റെ ഗ്രന്ഥം ഞാൻ പൊടി തട്ടാതെ ഉലച്ചിൽ വരാതെ എടുത്ത് സൂക്ഷിച്ചു, മനുഷ്യരിൽ നിന്നും അതിനെ കാത്തു രക്ഷിച്ചു. എന്നിട്ടും ഞാൻ നരകത്തിൻ്റെ ഇന്ധനമാണ് എന്നാണോ നീ പറയുന്നത്? ഞാനത് വായിച്ചിട്ടില്ല എന്നല്ലേ ഉള്ളൂ എന്നാണ് ആ കഥയുടെ അവസാനത്തെ വരി. ഒരു വലിയ സമൂഹത്തിൻ്റെ ആത്മകഥയാണ് പി.കെ. പാറക്കടവ് പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് ഒരു സമൂഹത്തെ ഇങ്ങനെ ഖുർആനിലേക്ക് കൊണ്ടുവരിക, അതിനകത്തുള്ളത് എന്താണ് എന്ന് അവർക്ക് അറിയാനുള്ള അവസരങ്ങൾ ഉണ്ടാവുക. ഏതൊരു സാധാരണ മനുഷ്യനും വായിച്ചാൽ മനസ്സിലാകുന്നത്ര ലളിതമാണ് പഠിച്ചവൻ്റെ വാക്കുകൾ. പക്ഷെ നമ്മളെ പോലൊന്നുമല്ല, വളരെ ലളിതമായ വാക്കുകൾ ഉപയോഗിച്ച് ആണ് സംസാരിക്കുന്നത്. അങ്ങനെ തന്നെ ഖുർആൻ അത് പറയുന്നുണ്ട്. ഇത് ലളിതല്ലേ, നിങ്ങൾക്ക് എന്താ വായിച്ച് മനസ്സിലാക്കിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യമല്ല, എത്രയോ പ്രാവശ്യം ചോദിക്കുന്നുണ്ട്. ഏതൊരു മനുഷ്യനും മനസ്സിലാകുന്നൊരു സംവേദന ശൈലിയാണ് ഖുർആൻ ഉപയോഗിച്ചത്. പഠിക്കുന്നുണ്ട് ആളുകൾ, ധാരാളമായി ഖുർആനെ അറിയുന്നുണ്ട്. പക്ഷെ ശരിക്കും ഖുർആൻ തന്നത് പഠിക്കാനാണോ, വായിച്ചുകൊണ്ടിരിക്കാനാണോ? അല്ല എന്നാണ് തോന്നുന്നത്. നിങ്ങൾ ഭാര്യയും ഭർത്താവും ഹജ്ജിന് പോവാ, നിങ്ങളുടെ മക്കൾ മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ നിങ്ങൾ അവർക്ക് ഒരു പേപ്പറിൽ കുറേ കാര്യങ്ങൾ എഴുതി കൊടുത്തു. സത്യം പറയണം, ആളുകളോട് നല്ല രീതിയിൽ പെരുമാറണം, ആരെങ്കിലും യാചിച്ചു വന്നാൽ അവരെ സഹായിക്കണം, അയൽക്കാരോട് നല്ല രീതിയിൽ സഹവർത്തിക്കണം. ഇങ്ങനെ കുറേ വാല്യൂസ്, കുറേ മൂല്യങ്ങൾ എഴുതി കൊടുത്തൊരു പേപ്പറിൽ. എന്നിട്ട് നിങ്ങൾ പോയി ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയാമോ? അവരിത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ നിങ്ങളത് കൊടുത്തത് എന്തിനായിരുന്നു? അതിലെ കായും മായും നോക്കിയിരിക്കാനായിരുന്നില്ല, പ്രാക്ടീസ് ചെയ്യാനായിരുന്നു. കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഖുർആനിലെ ഓരോ ആയത്തും ഓരോ പ്രൊജക്റ്റാണ്. കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോൾ പ്രൊജക്റ്റുമായിട്ടാണല്ലോ വരിക. നാളേക്ക്, അടുത്ത ആഴ്ചത്തേക്ക്, അടുത്ത തിങ്കളാഴ്ചത്തേക്ക് ഓരോ പ്രൊജക്റ്റുമായിട്ടാണ് വരിക. ഓരോ ആയത്തും ശരിക്കും ഓരോ പ്രൊജക്റ്റാണ്, നമുക്ക് തരുന്ന ഓരോരോ ജീവിത പദ്ധതിയാണ്, നമുക്കിങ്ങനെ പരിശീലിക്കാനുള്ള ഓരോ കാര്യങ്ങളാണ് ഖുർആൻ തരുന്നത്. ഇവിടെ നടക്കുന്ന ഖുർആൻ ക്ലാസ്സിനോട് തോന്നിയ ഏറ്റവും വലിയ ഇഷ്ടം അതാണ്. നിങ്ങളതിനെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് ഒരു പാവപ്പെട്ട മനുഷ്യനൊരു വീടൊക്കെ കെട്ടിക്കൊടുക്കുന്നത്. അതാണ് ആ പ്രാക്ടീസിങ്. അനാഥയെ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ എന്ത് കിട്ടും? നരകം കിട്ടും. ഈ ചോദ്യം വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം, അതിന് ഉത്തരം എഴുതാൻ മാർക്കും കിട്ടും. ഒരനാഥയെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും തലോടിയിട്ടുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അതാണ് ആ പ്രൊജക്റ്റ്. ചിലപ്പോൾ അതിന് ഉത്തരം എഴുതുമ്പോൾ കൈ ഇങ്ങനെ വിറക്കും. അനാഥയെ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ എന്ത് കിട്ടുമെന്ന ചോദ്യത്തിന് ഉത്തരം എഴുതാൻ എളുപ്പമാണ്. പക്ഷേ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അനാഥയെ തലോടിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതുമ്പോൾ ചിലപ്പോൾ കൈ ഇങ്ങനെ വിറക്കാൻ തുടങ്ങും. ആ കൈ വിറക്കുന്നിടത്ത് നിന്നാണ് ഖുർആനിൻ്റെ പഠനം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത്.
അപ്പോൾ എന്തിനാണ് വേദഗ്രന്ഥം? വായിച്ചിരിക്കാനൊന്നല്ല, അതതിൻ്റെ പ്രാഥമികമായ പടിയാണ്. ജപ്പാനിലെ ഒരു വലിയ ബുദ്ധ സന്യാസി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് മിത്സുഷി എന്നാണ്. അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നത് ജപ്പാനിലുള്ള ബുദ്ധമതത്തിലുള്ള ഗ്രന്ഥങ്ങളുണ്ടല്ലോ, അവരുടെ ആത്മീയ ഗ്രന്ഥങ്ങൾ, ആ ആത്മീയ ഗ്രന്ഥങ്ങൾ ഈ ജപ്പാൻ ഭാഷയിലേക്ക്, ജാപ്പനീസ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തണം. ഇത് അദ്ദേഹത്തിൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു. അത് ട്രാൻസ്ലേറ്റ് ചെയ്യാനൊക്കെ അദ്ദേഹത്തിന് കഴിയും, പക്ഷേ ആ പുസ്തകമായിട്ട് പുറത്തിറങ്ങണമെങ്കിൽ വലിയ പണം വേണം. അത് അദ്ദേഹത്തിൻ്റെ അടുത്തില്ല. അങ്ങനെ അദ്ദേഹം ഓരോ ആളുകളുടെ അടുത്തും ചെന്നിട്ട് പണം പിരിക്കുകയാണ്. അങ്ങനെ പണം പിരിച്ച് പുസ്തകം ഇറക്കിയ ഒരാളുണ്ട് കേരളത്തിൽ. അദ്ദേഹത്തിൻ്റെ പേര് മക്തി തങ്ങൾ എന്നാണ്. അങ്ങനെയാണ് കേരളത്തിലെ മലയാളത്തിലെ ആദ്യത്തെ നബി ചരിത്രം ഇറങ്ങുന്നത്. ഓരോ ആളുകളുടെ അടുത്തുനിന്നും പണം പിരിച്ച്, നാണയങ്ങൾ പിരിച്ചിട്ടാണ് ആ പുസ്തകം പുറത്തിറക്കിയത്. അതുകൊണ്ട് ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ നബി നാണയം എന്നാണ്. അതാണ് മിത്സുഷിയും ചെയ്തത്. ഓരോ വീടുകളിലും കയറിയിട്ട് നാണയങ്ങൾ ശേഖരിച്ച് 10,000 രൂപ ഉണ്ടാക്കി, അവിടുത്തെ പണം. അങ്ങനെ 10,000 രൂപ മതി പുസ്തകമായിട്ട് ഇറങ്ങണമെങ്കിൽ. പക്ഷെ അപ്പോഴാണ് ജപ്പാനിൽ വലിയൊരു പ്രളയം ഉണ്ടായത്. ഒരുപാട് ആളുകൾക്ക് അതിൻ്റെ ദുരന്തങ്ങളൊക്കെ ഉണ്ടായി. ഒരുപാട് ആളുകൾ സഹായിക്കാനും ഇറങ്ങി. ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള 10,000 രൂപ അദ്ദേഹവും മനുഷ്യന്മാർക്ക് കൊടുത്തു. പുസ്തകം ഇറങ്ങിയില്ല. ആ ഭൂകമ്പത്തിൽ പെട്ട മനുഷ്യർക്ക് സഹായമായിട്ട് കൊടുത്തു. പക്ഷേ അദ്ദേഹം അവസാനിപ്പിച്ചില്ല, പ്രവർത്തനം അവസാനിപ്പിച്ചില്ല. പിറ്റേ വർഷവും അതുപോലെ ഇറങ്ങിയിട്ട് 10,000 രൂപ ഉണ്ടാക്കി. അങ്ങനെ ട്രാൻസ്ലേഷൻ്റെ പണികളൊക്കെ തുടങ്ങാനിരിക്കുമ്പോഴാണ് അവിടെ വലിയ ഒരു പ്രളയം ഉണ്ടായത്. കുറേ ആളുകൾക്ക് വീടൊക്കെ നഷ്ടപ്പെട്ടു. കുറേ ആളുകൾ സഹായിക്കാൻ ഇറങ്ങിയ കൂട്ടത്തിൽ ഇദ്ദേഹവും ഇറങ്ങി ആ ദുരിതാശ്വാസ നിധിയിലേക്ക് ആ 10,000 രൂപ കൊടുത്തു. 3-ാമത്തെ കൊല്ലവും അദ്ദേഹം തുനിഞ്ഞിറങ്ങി, വീണ്ടും 10,000 രൂപ ഉണ്ടാക്കി, പുസ്തകം ഇറങ്ങി. ട്രാൻസ്ലേഷൻ വർക്കൊക്കെ തീർത്ത് പുസ്തകം ഇറങ്ങി. ആ പുസ്തകത്തിൻ്റെ മുഖവുരയിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഈ ഗ്രന്ഥത്തിൻ്റെ 3-ാമത്തെ പതിപ്പാണിത്. ആദ്യത്തെ 2 പതിപ്പുകളും പുസ്തകങ്ങളായിട്ടല്ല, സ്നേഹമുള്ള കർമ്മങ്ങളായിട്ടാണ് നിങ്ങളടുത്തേക്ക് വന്നിട്ടുള്ളത്. 3-ാമത്തെ പതിപ്പ് പുസ്തക രൂപത്തിലും വന്നിട്ടുണ്ട്. ഇതാണ് ശരിക്കും വേദഗ്രന്ഥത്തിൻ്റെ വായനയായി പരിവർത്തിപ്പിക്കപ്പെടേണ്ടത്. അപ്പോഴാണ് ഓരോ വായനയും അവനവൻ്റെ നേരെയുള്ള ചൂണ്ടുപലകയായും അവനവന് നേരെയുള്ളൊരു കണ്ണാടിയായും ഒക്കെ ഇങ്ങനെ അത് മാറുന്നു. ഖുർആൻ ശരിക്കും ഒരു കണ്ണാടി തന്നെയാണ് അല്ലേ? ഒരു കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിന്നാലേ നമുക്ക് നമ്മളിങ്ങനെ കാണാമല്ലോ. നമ്മുടെ മുഖം കാണാം, ഭംഗിയുണ്ടെങ്കിൽ അത് കാണാം, ഇല്ലെങ്കിൽ അതും കാണാം, അഴുക്ക് കാണാം, പൊടി കാണാം. ഇതൊക്കെ കണ്ണാടി നമുക്കിങ്ങനെ കാണിച്ചു തരുന്നത് പോലെ. ഇപ്പോൾ ഖുർആനെ ശരിക്കും ഒരാളിങ്ങനെ വായിക്കുമ്പോൾ ഞാനിങ്ങനെ വായിക്കുമ്പോൾ എന്നെ കാണിച്ചു തരികയാണ് അല്ലേ? എൻ്റെ സംസാരത്തിൽ ഇന്ന കുഴപ്പങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, എൻ്റെ കുടുംബജീവിതത്തിൽ ഇന്ന കുഴപ്പങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നിൻ്റെ വ്യക്തിത്വത്തിൽ ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് എന്നെ ഇങ്ങനെ കാണാൻ കഴിയുന്നത് പോലെ. അതാണ് ആ ദർപ്പണമാവുക, കണ്ണാടിയാവുക എന്ന് പറയുന്നത്. ശരിക്കും അതാണ് മറ്റു വായനകളിൽ നിന്ന് ഖുർആനെ മാറ്റുന്നത് തന്നെ അതാണ്. അത് വായന തന്നെ അല്ല ശരിക്കും. അതുകൊണ്ടാണ് നമ്മളതിന് തിലാവത്ത് എന്ന് പറയുന്നത് അല്ലേ? അല്ല, തിലാവത്ത് എന്നല്ലേ പറയുക, പാരായണം ചെയ്യുക. ഖുർആൻ തിലാവത്ത് ചെയ്യുക എന്നാണ് പറയുക. ശരിക്കും തിലാവത്ത് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? തലാ വശംസി വല്ലുഹാഹ വൽ ഖമരി ഇതാ തലാഹ. തലാഹ സൂര്യനെ ചന്ദ്രൻ പിന്തുടരുമ്പോൾ. തല എന്ന് പറഞ്ഞാൽ പിന്തുടരുകയാണ്, ഫോളോ ചെയ്യുക. അതിൽ നിന്നാണ് തിലാവത്ത് എന്നുള്ള പദം ഉണ്ടായത്. ഒരക്ഷരം മറ്റൊരക്ഷരത്തെ പിന്തുടരുന്നതിൻ്റെ പേരാണ് വായന. അതുകൊണ്ടാണ് വായനയ്ക്ക് തിലാവത്ത് എന്നുള്ള അർത്ഥം കിട്ടിയത്. ശരിക്കും അതിൻ്റെ അർത്ഥം എന്താണ്? പിന്നാലെ പോകാന്നാണ്. ആ അർത്ഥത്തിൽ ഖുർആൻ ഇങ്ങനെ കണ്ടു നോക്കൂ, പിന്നാലെ പോകാനുള്ളതാ. KK മുഹമ്മദ് സുല്ലമിയെക്കുറിച്ച് പറയാറുണ്ട്. ഒരായത്തൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ കീശയിലിടും. എന്നിട്ട് KK
അദ്ദേഹത്തിൻ്റെ ജോലികൾ ചെയ്യുന്നുണ്ടാവും, തൊഴിൽ പോകുന്നുണ്ടാവും, പ്രോഗ്രാമുകൾക്ക് പോകുന്നുണ്ടാവും, ബസ്സിൽ കയറുന്നുണ്ടാവും, പലതരം യാത്രകൾ ചെയ്യുന്നുണ്ടാവും. അതിനൊക്കെ ഇടയ്ക്ക് ഇതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യാറുണ്ട്. കുറേ വായിക്കുന്നല്ല, ഒന്നിനെക്കുറിച്ച് തന്നെ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇങ്ങനെ പോവുക. എനിക്ക് ഓർമ്മയുണ്ട്, കുവൈത്തിലുള്ളൊരു വലിയ പണ്ഡിതനുണ്ട്. ഒരു പക്ഷേ അവിടുത്തെ ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ ഒരാളാണ്. അദ്ദേഹത്തെ ഒരിക്കൽ കാണാൻ വേണ്ടിയിട്ട് പോവുക, നോമ്പിനാണ്. അദ്ദേഹം 90 വയസ്സെങ്കിലും കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇമാമ് നിന്നിട്ട് അവിടെ ഒരു ഖിയാമുല്ലയിൽ നടക്കുന്നുണ്ട്, രാത്രി നിസ്കാരം. അതിന് വേണ്ടിയിട്ട് ആളുകൾ ഒരുപാട് വരും. അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളോട് എതിരഭിപ്രായങ്ങളുള്ളവർ വരെ ഉണ്ടാവും കേട്ടോ പിറകിൽ. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അതാണ് ഒരാളുടെ മഹത്വവും. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളോട് പലതിലും വിയോജിപ്പുള്ള ആളുകളൊക്കെ ഉണ്ടാവും ആ നിസ്കാരത്തിൻ്റെ പിറകിൽ. ശരിക്കും അതാണ് മഹത്വം എന്ന് പറയുന്നത്. നിങ്ങൾ ഈ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും, എതിരഭിപ്രായങ്ങളെ അവർ മാനിക്കുകയല്ല ചെയ്യുന്നത്, പിന്നെന്താണെന്നറിയോ, എടുത്തു കാണിക്കുക ചെയ്യുന്നത്. ചെറിയ കാര്യമാണത്. എനിക്കിങ്ങനൊരു അഭിപ്രായമുണ്ട്, പക്ഷേ 9-ാം നൂറ്റാണ്ടിൽ ജീവിച്ച വേറൊരു പണ്ഡിതനുണ്ട് കേട്ടോ, അദ്ദേഹത്തിന് ഇങ്ങനൊരു അഭിപ്രായം ഉണ്ട് എന്നിങ്ങനെ കാണിച്ചു തരും. നമ്മൾ കഴിയുമോ? നമുക്ക് കഴിയില്ലല്ലോ. എതിരഭിപ്രായം ഉണ്ടായാൽ അവൻ നമ്മുടെ ശത്രുവായി. കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളൊന്നും എടുത്തു നോക്കുന്നുണ്ടോ? എല്ലാതരം അഭിപ്രായങ്ങളെയും നമുക്കിങ്ങനെ പറഞ്ഞു തരും. എന്തിനങ്ങനെ പറഞ്ഞു തരുന്നത്? അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ മനുഷ്യർ പിണങ്ങല്ലേ വേണ്ടത്. അവർ അന്ന് അതിനെ ബഹുമാനിക്കുക പോലും അല്ല, അതിങ്ങനെ എടുത്തു കാണിക്കുക ചെയ്യുന്നത്. ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്, അത് നിങ്ങൾ അറിയണം എന്നാണ് നമ്മളോട് പറയുന്നത്. മഹത്വമാണത്. നമ്മുടെ ആളുകൾക്കൊക്കെ പറ്റാറുണ്ടോ? സംശയമാണല്ലേ. അതാണ് നേരത്തെ പറഞ്ഞത്. ഈ കുവൈറ്റിലുള്ള വലിയ പണ്ഡിതൻ്റെ നിസ്കാരത്തിന് അദ്ദേഹം ഇമാമാകുന്ന നിസ്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തോട് വലിയ എതിരഭിപ്രായങ്ങളുള്ള ആളുകൾ പോലും ഓടി വരികയാണ്. ശരി, അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വിശ്രമിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെന്നപ്പോഴേ അദ്ദേഹം ഖുർആൻ വായിച്ചുകൊണ്ടിരിക്കുക. ഏതാ വായിച്ചുകൊണ്ടിരിക്കണമെന്നറിയോ? സൂറത്തുൽ ഇഖ്ലാസാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് സമയമൊന്നുമല്ല, അദ്ദേഹം അതിലേക്ക് നോക്കി അങ്ങനെ ഇരിക്കുക, അതിനെക്കുറിച്ച് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആണ് കേക്കെക്കുറിച്ചും പറഞ്ഞത്. ഒരായത്ത് തന്നെ അത്രയേറെ ആഴമുള്ള നീരൊഴുക്കുകളാണ് ഖുർആനിൽ. ശരി, ഈ കടലിൻ്റെ അടുത്ത് ചെന്നാലേ അതിൻ്റെ മുകൾ ഭാഗത്താണല്ലോ തിരമാലയൊക്കെ ഉണ്ടാവുക, ഒച്ചപ്പാടുകളൊക്കെ അതിൻ്റെ മുകളിലുണ്ടാവുക അല്ലേ. അതിൻ്റെ ആഴങ്ങളിലേക്ക് പോയാലോ ശാന്തതയാണ് എന്ന് മാത്രമല്ല മുത്തും പവിഴമൊക്കെ ഉണ്ടാവുക അല്ലേ. പലപ്പോഴും മതവും ഇങ്ങനെയാണ് കേട്ടോ. ഒരാൾ റിലീജിയസ് ആവലും ഒരാൾ സ്പിരിച്വൽ ആകലും പലപ്പോഴും ഒന്നല്ല, രണ്ടാണ്. ഇന്ത്യയിലെ വലിയ ഒരു ഫിലോസഫറുണ്ട്, അദ്ദേഹം പറയുന്നുണ്ട്, ജിത്തു കൃഷ്ണമൂർത്തി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. എ റിലീജിയസ് മാൻ മേ നോട്ട് ബി എ സ്പിരിച്വൽ മാൻ. മതമുള്ളൊരു മനുഷ്യനെ ആത്മീയത ഉള്ളൊരു മനുഷ്യനാണെന്ന് പറയാൻ പറ്റില്ല. അത് കുറേ കാലം മുമ്പാണിത് കേട്ടത്. അന്ന് അത്ര മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം എന്താണ് പറയുന്നത്. ഒരാൾക്ക് മതം ഉണ്ട് എന്നുള്ളതുകൊണ്ട് അയാൾക്ക് ആത്മീയത ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇന്ന് നല്ലോണം മനസ്സിലാകുന്നുണ്ട് അല്ലേ. ഒരാൾ റിലീജിയസ് ആകുന്നു, പക്ഷെ അയാൾ സ്പിരിച്വൽ ആവണില്ല. റിലീജിയസ് ആകുന്നതിൻ്റെ എല്ലാ അടയാളങ്ങളുണ്ട്, വസ്ത്രത്തിൽ, രൂപത്തിൽ ഒക്കെ ഉണ്ട്. പക്ഷെ സ്പിരിച്വൽ ആകുന്നില്ല മനുഷ്യർ. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരാളുടെ ഉള്ളിലെ നന്മകളാണ്, ഒരാളുടെ മുഖത്തെ പുഞ്ചിരിയാണ്, ഒരാളുടെ നല്ല സഹവർത്തനമാണ്, ഒരാളിങ്ങനെ ജീവിതത്തിൽ സൂക്ഷിക്കുന്ന വാല്യൂസാണ്. ദീനിൽ അതിൽ വിട്ടുവീഴ്ച പോലും ഇല്ല, മതത്തിൽ അല്ലേ. നിസ്കരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, പക്ഷെ അതിന് വിട്ടുവീഴ്ചയൊക്കെ ഉണ്ട്. നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലെങ്കിൽ ഇരുന്നിട്ട് മതി, ഇരുന്നിട്ടും കഴിയില്ലെങ്കിൽ കിടന്നിട്ട് മതി. നോമ്പിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഖുർആൻ പറഞ്ഞത് എന്താണ്? നിങ്ങൾ യാത്രക്കാരനാണോ? എന്നപ്പോൾ വേണ്ട, യാത്രയില്ലാത്ത കാലത്ത് മതി. രോഗിയാ? അപ്പോൾ വേണ്ട കേട്ടോ, രോഗമൊക്കെ മാറിയിട്ട് മതി എന്ന് പറഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യമൊക്കെ പറയുന്നത് നോമ്പിനെക്കുറിച്ച്. അതെന്തുകൊണ്ടാണ്? ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാകർമ്മങ്ങൾ പറയുമ്പോൾ പോലും ഇളവുകളുണ്ട് അതിന്. പക്ഷേ കള്ളം പറയുന്നതിന് ഇളവില്ല, ഒരാളെ ചതിക്കുന്നതിന് ഇളവില്ല, ഒരാളെക്കുറിച്ച് എന്തെങ്കിലും അപവാദം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതിന് ഇളവില്ല, ഒരാളെ ഏതെങ്കിലും തരത്തിൽ ഹിംസിക്കുന്നതിന് ഇളവില്ല.
ഹിംസ എന്ന് പറയുന്നത് ഒരാളെ കൊല്ലൽ മാത്രമല്ല, നമ്മൾ കാരണം ഒരാൾ വേദനിക്കലൊക്കെ ഹിംസയാണ്. നമ്മുടെ ഒരു കമൻറ്റ് ഒരാളെ വേദനിപ്പിക്കുന്നതാണെങ്കിൽ അത് ചെയ്യാതിരിക്കലാണ് അഹിംസ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ഷെയർ ഏതെങ്കിലും ഒരു മനുഷ്യനെ വേദനിപ്പിക്കുന്നതാണെങ്കിൽ ആ ഷെയറിൻ്റെ ബട്ടൺ നെക്കാതിരിക്കലാണ് അഹിംസ എന്ന് പറയുന്നത്. ഒരാളെ കൊല്ലാതിരിക്കൽ മാത്രമൊന്നുമല്ലത്. അപ്പോൾ രണ്ടും രണ്ടാണ്. ഗാന്ധിജിയെ കൊന്ന ആളുടെ മതവും ഗാന്ധിയുടെ മതവും ഒന്ന് തന്നെയാണ്. പക്ഷേ വ്യത്യാസം ഉണ്ടായിരുന്നത് എവിടെയാണെന്ന് അറിയോ? അതിൻ്റെ സ്പിരിച്വാലിറ്റിയിലാണ് വ്യത്യാസം ഉണ്ടായിരുന്നത്. ഗോഡ്സെ എന്ന് പറയുന്നത് ബ്രാഹ്മണനാണ്. 38-ാമത്തെ വയസ്സായപ്പോഴേക്ക് അറിയപ്പെടുന്ന വക്കീലായി മാറിയ ആളാണ്. 1910 മെയ് 29 ജനിച്ചത്. പ്രതിഭയായിരുന്നൊരു മനുഷ്യനാണ്. അദ്ദേഹമാണ് ബോംബെയിൽ നിന്ന് ഡൽഹിയിലേക്ക് ട്രെയിൻ കയറിയിട്ട് ഗാന്ധിജിയുടെ മുന്നിൽ ചെന്നിട്ട് ഇങ്ങനെ കൈകൂപ്പി നിന്നത്. ആ കൂപ്പുകൈയിൻ്റെ ഉള്ളിൽ ഒരു കൈത്തോക്കുണ്ടായിരുന്നു. അത് പുറത്തെടുത്തിട്ടാണ് ഗാന്ധിജിയെ വെടിവെച്ച് വന്നത്. ഈ രാഷ്ട്രത്തിൻ്റെ പിതാവ് വെടിയേറ്റ് വീണു, കൊല്ലപ്പെട്ടു. ആ മരിച്ചു വീണ വക്കീലായ ഗാന്ധിയുടെ മതവും ഈ കൊന്ന വക്കീലായ ഗോഡ്സെയുടെ മതവും ഒന്ന് തന്നെയായിരുന്നു. വ്യത്യാസം ഉണ്ടായത് എവിടെയായിരുന്നെന്നറിയോ? അതിൻ്റെ സ്പിരിച്വാലിറ്റിയിലാണ്. ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ശരിക്കും എന്താണെന്നറിയോ? ഒരു ഉറവയാണ്. പലപ്പോഴും റിലീജിയസ് ആവുക എന്ന് പറയുന്നത് ഒരു കിണറുമാണ്. ഈ കിണറില്ലാതാവുകയൊക്കെ ചെയ്യും. പ്രളയത്തിൽ നമ്മൾ കണ്ടല്ലോ, കിണറേ ഇല്ലാതായി, പക്ഷെ ഉറവ അവിടെ ഉണ്ടാവും. ആ മണ്ണൊക്കെ ഒന്ന് മാറ്റി നോക്കൂ, ഉറവ ഇങ്ങനെ പൊട്ടി ഒഴുകുന്നത് കാണാം. ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറച്ചുകൂടെ ഇങ്ങനെ സ്പിരിച്വൽ ആവാനാണ് ഖുർആൻ നമ്മളെ ഇങ്ങനെ ക്ഷണിക്കുന്നത്. അടയാളങ്ങളിലേക്കല്ല, ആത്മാവിലേക്കാണ് ക്ഷണിക്കുന്നത്. അതുകൊണ്ടാണ് അതിൽ വിട്ടുവീഴ്ചയില്ലാത്തത്. നിസ്കാരത്തിൻ്റെ റക്അത്തുകൾ എന്താണ്, അതിൻ്റെ രൂപം എന്താണെന്നൊന്നും ഖുർആൻ പറഞ്ഞു തന്നിട്ടില്ല. പക്ഷേ സക്കാത്തിൻ്റെ കാര്യം കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇല്ലേ? അതൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നിസ്കരിക്കേണ്ട എങ്ങനെയാണെന്ന് ഖുർആനിലില്ലല്ലോ. 6000-ലേറെ ആയത്തുണ്ട് ഖുർആനിൽ. ഒരായത്തുണ്ടെങ്കിലും പറഞ്ഞുവിടായിരുന്നു എങ്ങനെയൊക്കെയാണ് നിസ്കാരത്തിൻ്റെ രൂപം. അതൊക്കെ ഹദീസിലാണ്, ഉള്ളടക്കം മുഴുവനും ഹദീസിലാണ്. എന്നാൽ അതേ ഖുർആനിൽ സക്കാത്തിൻ്റെ കാര്യം കൃത്യമായിട്ട് പറഞ്ഞു തന്നു. അതേ ഖുർആനിൽ കണ്ണ് കാണാത്തൊരു മനുഷ്യൻ്റെ വേണ്ടിയിട്ട് 10 ആയത്തുകൾ ഇറക്കി. അതെങ്ങനെ വന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അതിൽ ചെറിയൊരു അതൃപ്തി ഉണ്ടായതാണ്. എന്നാൽ അദ്ദേഹത്തോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എന്തിനാ അപ്പം ഇങ്ങോട്ട് വന്നത് ചോദിച്ചിട്ടില്ല. അപ്പോൾ വരേണ്ടിയിരുന്നില്ല, പറഞ്ഞിട്ടില്ല. ആകെ ഉണ്ടായത് നെറ്റി ഒന്ന് ചുളിയുക എന്നുള്ളൊരു പ്രശ്നം മാത്രമാണ്. ഒരനിഷ്ടം പ്രകടമാകും വിധം നെറ്റി ഒന്ന് ചുളിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ ആകാശത്തിൽ നിന്ന് പടച്ചവൻ ഇടപെട്ടു. നെറ്റി ചുളിഞ്ഞത് ശരിയായില്ല കേട്ടോ. ഏറ്റവും പ്രിയപ്പെട്ട പ്രവാചകനാണ്, ഹബീബാണ്, അള്ളാഹുവിന് എത്രയേറെ പ്രിയപ്പെട്ട അള്ളാഹു തിരഞ്ഞെടുത്ത ആളാണ്. എന്നിട്ട് ആ പ്രവാചകൻ്റെ ജീവിതത്തിലൊരു നെറ്റി ചുളിഞ്ഞതിൻ്റെ പേരിൽ എന്തുകൊണ്ടാണ് അള്ളാഹു ഇടപെട്ടതെന്നറിയോ? മനുഷ്യൻ, അത്രയേ ഉള്ളൂ. ആ നെറ്റി ചുളിഞ്ഞ കാര്യം അവിടെയുള്ള മറ്റുള്ള ആളുകളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഈ മനുഷ്യൻ അറിഞ്ഞിട്ട് പോലുമില്ല. സഹാബിയ അബ്ദുല്ലാഹി ബിൻ ഉമ്മ മക്തൂം, അദ്ദേഹം അത് അറിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ പറയൂ. അറിഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹത്തിന് അത് കാണാനുള്ള കണ്ണില്ല. പക്ഷേ എന്നിട്ടും 2019 ഒക്ടോബർ മാസം നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ ഒരു സംഭവത്തെ അള്ളാഹു അനശ്വരമാക്കി നിർത്തുക ചെയ്ത്. നബിയുടെ ജീവിതത്തിൽ ആയിരക്കണക്കിന് സംഭവങ്ങളുണ്ടാവില്ലേ? എന്നിട്ട് എന്താ ഒരു സംഭവം ഇങ്ങനെ നിലനിർത്തിയത്? എന്തുകൊണ്ടാണ്? ഒരു സംഭവത്തെ ഇങ്ങനെ നിലനിർത്തുകയാണ്. അതാണ് അക്ഷരങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അക്ഷരം ചെയ്യുന്നത് എന്താണ്? ഒരു നിമിഷത്തെ അനശ്വരമാക്കുകയാണ്. പാത്തുമ്മയുടെ ആടിങ്ങനെ വായിക്കുമ്പോഴേ പാത്തുമ്മയുടെ ആടൊരു വള്ളിച്ചെടിയിലേക്ക് ഇങ്ങനെ കടിച്ചു തൂങ്ങുന്നൊരു രംഗമുണ്ട്. അതൊരു നിമിഷം കൊണ്ട് തീർന്നുപോയി. പക്ഷെ ഇന്നും നമ്മളത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ സെക്കൻഡിന് ഒരു യുഗത്തിലേക്ക് നിലനിർത്തുന്നതിൻ്റെ പേരാണ് അക്ഷരം, പുസ്തകം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകനെ മോജിസത്തായി ദിവ്യ ദൃഷ്ടാന്തമായി പഠിച്ചും കൊടുത്തത് എന്താണ്? ഒരു പുസ്തകമാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? വായനയെ നിലനിർത്തിയെന്നാണ്. ഈ ലോകം അവസാനിക്കുന്നത് വരെ വായന ഉണ്ടാവും. കാരണം ലോകം അവസാനിക്കുന്നത് വരെ വായിക്കപ്പെടാനുള്ളത് എന്ന പേരിലുള്ള ഒരു ഗ്രന്ഥം. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം. പറഞ്ഞത് ഇത്രയുമാണ്. ഒരാളുടെ ഖുർആനിലേക്കുള്ള സഞ്ചാരം എന്ന് പറഞ്ഞാൽ ഒരാളുടെ മൂല്യങ്ങളിലേക്കുള്ള സഞ്ചാരമാണ്. മൂല്യബോധമുള്ളൊരു മനുഷ്യനെ ഇങ്ങനെ ഖുർആൻ ഇങ്ങനെ പരിവർത്തിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് ഒരാളെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരിക ചെയ്യുന്നത്. ആ വ്യക്തി ഉൾക്കൊള്ളുന്ന കുടുംബത്തിൽ, അയാളുടെ വ്യക്തിബന്ധങ്ങളിൽ, അയാളുടെ സാമൂഹിക ബന്ധങ്ങളിൽ എല്ലാം അതിൻ്റേതായ നന്മ ഒരാൾക്ക് കാണാൻ പറ്റുക എന്നുള്ളത്. അങ്ങനെയുള്ളൊരു 2 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. എനിക്കൊരു പ്രോഗ്രാമിൽ കൂടി പങ്കെടുക്കേണ്ടതുണ്ട്. അത് യാദൃച്ഛികമായിട്ട് സംഭവിച്ചതാണ്. എന്നാലും അവർ
അവർ കാത്തിരിക്കുന്നതുകൊണ്ട് പോകാതിരിക്കാൻ പറ്റില്ല. 3 കാര്യങ്ങൾ. ഒന്നിങ്ങനെ മനുഷ്യരെ അക്കമഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. മനുഷ്യരെ ഇങ്ങനെ അക്കമഡേറ്റ് ചെയ്യുക. മനുഷ്യരെ നമ്മളിങ്ങനെ ഒഴിവാക്കുകയല്ല, മനുഷ്യരെ ഇങ്ങനെ സ്വീകരിക്കുക. ഇത് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്ന ബന്ധങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 2 പ്രവാചകന്മാരുടെ ഭാര്യമാരെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അവരാ പ്രവാചകന്മാരുടെ ഏറ്റവും വലിയ ശത്രുക്കളാണ്. എന്നിട്ട് അവരെ ഒഴിവാക്കിയോ? ഒഴിവാക്കിയിട്ടില്ലല്ലോ. അവസാനം വരെ അവർ ആ പ്രവാചകന്മാരുടെ ഭാര്യമാർ തന്നെയാണ്, അല്ലേ? അതെന്താണ്? അക്കമഡേറ്റ് ചെയ്യുക. മൂസാ നബി പഠിച്ചവനോട് നടത്തുന്നൊരു പ്രാർത്ഥനയുണ്ട്, പഠിച്ചവനെ എൻ്റെ മനസ്സ് വലുതാക്കി തരണേന്ന്. നമുക്കൊക്കെ അറിയുന്നൊരു പ്രാർത്ഥനയാണ്, അല്ലേ? റബ്ബിശ്റഹ്ലി സദ്രി, റബ്ബിശ്റഹ്ലി സദ്രി. ഓരോ സെക്കൻഡിലും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. പഠിച്ചവനെ എൻ്റെ മനസ്സിങ്ങനെ വലുതാക്കി തരണേ. നിങ്ങൾ ആലോചിച്ചു, ഒരു നബിയെ പ്രാർത്ഥിക്കുന്നത്. ഞാൻ പറയുന്നത് സ്വീകരിക്കാവുന്ന ഒരവസ്ഥയിൽ നാട്ടുകാരുടെ മനസ്സ് വിശാലമാക്കണേ എന്നല്ല പറഞ്ഞത്. അങ്ങനെയല്ലേ പറയണ്ടത്, അല്ലേ? ഞാൻ പറയുന്നത് സ്വീകരിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ നാട്ടുകാരുടെ മനസ്സ് വലുതാക്കി കൊടുക്കണേ പഠിച്ചോനെ എന്നല്ല പ്രാർത്ഥിച്ചത്. എല്ലാ ടൈപ്പ് നാട്ടുകാരെയും ഉൾക്കൊള്ളാവുന്നൊരവസ്ഥയിൽ എൻ്റെ മനസ്സ് വലുതാക്കി തരണേന്നാണ്. റബ്ബിശ്റഹ്ലി സദ്രി. അവനവൻ്റെ നേരെ ഉതിർക്കുന്ന ഒരു അമ്പാണത്, അവനവൻ്റെ നേരെ ചൂണ്ടുന്ന വിരലാണത്, അവനവനു നേരെ ഉയർത്തുന്ന വിചാരണയുടെ വാക്കാണത്. എൻ്റെ മനസ്സ് വലുതാക്കണേ പഠിച്ചോനെ. എനിക്ക് ഫിറൗനെ പോലും മനസ്സിലാവണമെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ടല്ലേ ഫിറൗൻ്റെ അടുത്തേക്ക് വിടുമ്പോഴേ ഈ 2 നബിമാരോടും അള്ളാഹു പറയുന്നൊരു കാര്യമുണ്ട്. മൂസാ നബിയോടും സഹോദരനോടും എന്താ പറയണേ? ഫിറൗൻ്റെ അടുത്ത് ചെന്നിട്ട് പറയേണ്ടത് എന്താണ്, വിഷയം എന്താണ്, അത് ഖുർആനിൽ പറയുന്നുണ്ട്, അല്ലേ? എന്ത് വിഷയമാണ് അവിടെ പോയിട്ട് പറയേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ടത്. പക്ഷേ എങ്ങനെയാണ് പറയേണ്ടത്? എങ്ങനെയെങ്കിലും പറയാൻ പറ്റില്ല. ചെറിയ കാര്യമല്ലത്, എങ്ങനെയെങ്കിലും പറയാൻ പറ്റില്ല. എങ്ങനെയാണ് പറയേണ്ടതെന്നറിയോ? വഖൂലാ ലഹു ഖൗലൻ ലയ്യിന. നിങ്ങൾ അയാളോട് എങ്ങനെ സംസാരിക്കേണ്ടതെന്നറിയോ? ലയ്യനായിട്ട് സംസാരിക്കണം. എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര സൗമ്യമായിട്ട് സംസാരിക്കാൻ കഴിയുമോ അത്രയും സൗമ്യമായിട്ട്. അതാണ് അതിൻ്റെ അർത്ഥം. ഒരാളോട് സംസാരിക്കുമ്പോൾ നമുക്ക് എത്ര ഭവ്യത ഉള്ള വാക്കോടുകൂടി, എത്ര അയാളെ ആദരിക്കുന്ന വാക്കോടുകൂടി സംസാരിക്കാൻ കഴിയുമോ അത്രയും. കാരണം എന്താണെന്നറിയോ? അവൻ ഇങ്ങോട്ട് അങ്ങനെയൊന്നുമല്ല പറയാം. അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ ഒരാൾ ഇങ്ങോട്ടെങ്ങനെ പറയുന്നു എന്നുള്ളതല്ല, അങ്ങോട്ട് പറയുന്നതിൻ്റെ അടിസ്ഥാനം. അതാണ് പറഞ്ഞു തരുന്നത്. നല്ല കമ്മ്യൂണിക്കേഷനാണ് ഏതൊരു ബന്ധത്തെയും മനോഹരമാക്കുന്നത്, അല്ലേ? അത് കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതിയോ? കുറച്ച് കഴിഞ്ഞിട്ട് മതിയോ? കുഴപ്പമുണ്ടോ? ഇത് ബക്കറ്റ് ഓക്കെ, നിങ്ങളെന്തായാലും അതിൽ കൊടുക്കണേ. കുറച്ച് കഴിഞ്ഞിട്ട് പോകാം. നല്ല കമ്മ്യൂണിക്കേഷനാണ് ഏതൊരു ബന്ധവും മനോഹരമാക്കുന്നത്. എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? ഖുർആൻ അതിന് ശരിക്കുള്ള വഴികൾ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് നമുക്ക്. ഒരാളോടുള്ള സംസാരത്തിൻ്റെ രീതിശാസ്ത്രം എന്താണ്? അതിലേറ്റവും മനോഹരമായൊരു രൂപമാണ് ഈ ഫിറൗനോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്. കാരണം ഫിറൗൻ ഇങ്ങോട്ട് സംസാരിക്കുന്നത് ധിക്കാരത്തോടെയാണ്, അയാൾ ധിക്കാരിയാണ്. പക്ഷെ നിങ്ങൾ അങ്ങോട്ട് അങ്ങനെ സംസാരിക്കാൻ പാടില്ല. കാരണം അയാൾക്ക് നിങ്ങളോട് പറയാനുള്ളതല്ല, നിങ്ങൾക്ക് അയാളോട് പറയാനുള്ളത്. അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. നബിയോട് തന്നെ പറയുന്നുണ്ട്, പ്രവാചകരെ നിങ്ങളെങ്ങാനും അവരോട് വളരെ പരിക്കനായിട്ട് പെരുമാറുന്ന ഒരാളായിരുന്നെങ്കിൽ ഒരാൾ നിങ്ങളടുത്തേക്ക് വരില്ല. പക്ഷേ നിങ്ങൾ അവരോട് ലയ്യനായിട്ട് പെരുമാറി. ഒരേ വാക്കാണ് ഉപയോഗിച്ചത്, ലിൻത ലഹും എന്നാണ് പറഞ്ഞു, അല്ലേ? നിങ്ങൾ അവരോട് സൗമ്യമായി പെരുമാറി. അതുകൊണ്ടാണ് ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വന്നത്, ഇല്ലെങ്കിൽ വരില്ല. സൗമ്യത ഒരു മനുഷ്യൻ്റെ മുഖത്ത് ഏറ്റവും വലിയ സൗന്ദര്യമാണത്. ഒരാളിങ്ങനെ സൗമ്യമാവുക എന്ന് പറയുന്നത്. സൗമ്യമായിട്ട് സംസാരിച്ചാൽ പോരെ ശരിക്കും? അല്ലേ? എന്തിനാ ഒച്ചയിൽ ഒരാൾ സംസാരിക്കില്ല എപ്പോഴാണ് സാധാരണ നിലക്ക്? ഒന്നുകിൽ ദേഷ്യം വരുമ്പോൾ, അല്ലെങ്കിലോ ഒരാൾ കുറേ അകലെയാകുമ്പോഴാണ്, അല്ലേ? ഇവിടെ ഒരാളിങ്ങനെ നിന്ന് സംസാരിക്കുമ്പോൾ ആ 2 പ്രശ്നം വരുന്നില്ലല്ലോ. മെല്ലെ പറഞ്ഞാൽ പോരെ. ഏതൊരു സംസാരത്തിനും ആവശ്യമുള്ള ഒരു മാനദണ്ഡമാണ് ഖുർആൻ പറഞ്ഞു തന്നെ. സൗമ്യമാവൂ. ഒരാളുടെ ഒരു ആന്തരികമായ അച്ചടക്കമുണ്ട്, അത് അയാളുടെ സംസാരത്തിൽ മനസ്സിലാവും. ഒരാൾ എത്ര അയാളുടെ ഉള്ളിൽ അച്ചടക്കം പാലിക്കുന്നുണ്ട്, അയാൾ എത്ര അവനവനോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, അതാണ്.
നിത്യചൈതന്യക്ക് വളരെ പ്രിയപ്പെട്ട ആളുകളെക്കുറിച്ച് എഴുതിയൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് ഉള്ളിൽ കിന്നാരം പറയുന്നവർ എന്നാണ്. മാധവിക്കുട്ടിയെ കാണാൻ പോയി ഒരു ദിവസം. അവരെ കണ്ടപ്പോഴേ അവരെങ്ങനെ സംസാരിക്കുക, കുറേ നേരം ഉള്ളിലിങ്ങനെ സംസാരിച്ചതിന് ശേഷം നമ്മളോട് പറയുക. അപ്പോൾ കുറച്ചേ പറയണ്ടാവുള്ളൂ. ഉള്ളിലിങ്ങനെ അത് എഡിറ്റ് ചെയ്തിട്ടാണ് പിന്നെ നമ്മളോട് പറയുക. അതുകൊണ്ട് സൗമ്യമായ വാക്കുകൾക്ക് വേണ്ടി മനുഷ്യനിങ്ങനെ കാതോർക്കും. മനുഷ്യൻ്റെ ഹൃദയം അതിനുവേണ്ടി കാതോർക്കും. അതാണ് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ്, പ്രവാചകരെ നിങ്ങളടുത്തേക്ക് ആളുകൾ വന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ സൗമ്യനായതുകൊണ്ടാണ് പ്രവാചകർ. ഇതാണ് ഈ അസേർട്ടീവ് ആകുക എന്ന് പറയുന്നത്. ഇത് ബന്ധങ്ങളിൽ വലിയ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് അല്ലേ? ഏതൊരു വിഷയത്തിലും നമ്മൾക്ക് അസേർട്ടീവായൊരു സമീപനം എടുത്താൽ ആ പ്രശ്നം പരിഹരിക്കും. ഇപ്പം ഭാര്യയ്ക്ക് അവൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ആളുടെ കല്യാണമുണ്ട്, ഒരു കൂട്ടുകാരിയുടെ കല്യാണം, അല്ലെങ്കിൽ അവൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു കസിൻ്റെ കല്യാണമുണ്ട്. ആ കല്യാണം എന്ന് പറഞ്ഞാൽ അവൾക്ക് ഒരുപാട് ആളെ കാണാനുള്ളൊരു അവസരം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവൾക്കത് ഒഴിവാക്കാൻ പറ്റില്ല. എത്രയോ കാലമായിട്ട് കാണാത്ത കൂട്ടുകാരികളെ അല്ലെങ്കിൽ കസിൻസിനെ, കുടുംബക്കാരൊക്കെ കാണാനുള്ള അവസരമാണ്. പക്ഷേ മൂപ്പർക്കാണെങ്കിൽ ആ കല്യാണത്തിന് വരാനും പറ്റില്ല. മൂപ്പർ വേറെ എന്തോ ഒരു തിരക്കിലാണ്, യാതൊരു നിവൃത്തിയില്ല. എന്ത് ചെയ്യും? പല സമീപനം എടുക്കുക അവിടെ. വേണമെങ്കിൽ അവൾക്ക് ആകെ ദേഷ്യപ്പെട്ട്, നിൻ്റെ എല്ലാ കാര്യവും ഇങ്ങനെ തന്നെയാണ്, നിങ്ങൾക്ക് അതിൽ താല്പര്യമില്ല, ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്നോ ലീവ് എടുക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതൊരു വഴക്കായിട്ട് അവസാനിക്കും. രണ്ടാൾക്കും സമാധാനം ഉണ്ടാവില്ല. ഓഫീസിൽ പോയാൽ മൂപ്പർക്കും സമാധാനം ഉണ്ടാവില്ല, വീട്ടിലിരിക്കുന്ന ആൾക്കും സമാധാനം ഉണ്ടാവില്ല. ഓക്കെ പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും നടക്കില്ല. അവൾ കല്യാണത്തിന് പോവുകയില്ല, മൂപ്പര് ജോലിക്ക് പോവുകയും ചെയ്യും. എന്നാൽ നേരെ തിരിച്ചൊരു ചെറിയൊരു ഭാവമാറ്റം അല്ലെങ്കിൽ സംസാരത്തിലുള്ള ഒരു ടോണൊന്ന് മാറിക്കഴിഞ്ഞാൽ ആ പ്രശ്നം പരിഹരിക്കും. അവൾ പറയുകയാണ്, എനിക്കറിയാം നിങ്ങളുടെ പ്രയാസം എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് എന്തായാലും വരാനും പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോറാണ്, അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ട. നിങ്ങൾ ലീവ് എടുക്കാത്തതല്ലേ, കുഴപ്പമില്ല. പക്ഷെ എനിക്ക് പോകണമെന്നുണ്ട്, എനിക്ക് പോകാൻ അത്രയും ആഗ്രഹിച്ചതാണ് ഞാൻ. എന്നെ കൊണ്ടൊന്ന് ആക്കിത്തരാൻ നിങ്ങൾക്ക് പറ്റുമോ? അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ വിളിച്ചു തന്നിട്ട് എന്നെ അങ്ങോട്ട് എത്തിക്കാൻ പറ്റുമോ? എനിക്കത് പോകണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. ആ സംസാരത്തോടു കൂടി ആ പ്രശ്നം അവിടെ അവസാനിച്ചിട്ടുണ്ടാവും. അപ്പോഴേക്ക് ഫോൺ എടുത്തിട്ട് ഇപ്പോൾ വിളിച്ചിട്ടുണ്ടാവും അല്ലേ, കുട്ടൻ ഓട്ടോ, എല്ലാവരുടെ ഫോണിലുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ബാബു ഓട്ടോ, ബാബുവിനോട് വിളിച്ചിട്ട് ഓട്ടോയിൽ പറഞ്ഞയച്ചിട്ടുണ്ടാവും. ഇതാണ് അസേർട്ടീവായ സമീപനം എന്ന് പറഞ്ഞാൽ. വളരെ ലളിതമായി അതിന് പറഞ്ഞാൽ ഇത് എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിമിഷാനിമിഷങ്ങളിൽ, കുടുംബജീവിതത്തിൽ മാത്രമല്ല, സാമൂഹിക ജീവിതത്തിൽ, വ്യക്തിബന്ധങ്ങളിൽ, സൗഹൃദങ്ങളിൽ, ഒരു ഫോൺ സംഭാഷണത്തിൽ, ഒരു ചാറ്റിങ്ങിൽ ഒക്കെ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതാണ് ഖൗലൽ ലയ്യിൻ എന്ന് പറയുന്നത്. ഒരാളുടെ അവസ്ഥ ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് നമ്മൾ അയാളോട് സംസാരിക്കല. നമ്മുടെ നമ്മളെപ്പോഴും ദേഷ്യപ്പെടണം, നമ്മളെപ്പോൾ ചൂടാവണം എന്ന് അയാളല്ല തീരുമാനിക്കേണ്ടത്. അയാൾ നമ്മളോട് ചൂടാകുന്നുണ്ടാവും, പക്ഷെ നമ്മളും അതിനനുസരിച്ച് ചൂടാകാൻ നിന്നാൽ നമ്മളെപ്പോൾ ചൂടാകണമെന്ന് അയാൾക്ക് തീരുമാനിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ അർത്ഥം. നമ്മുടെ കൺട്രോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയി അയാളുടെ കയ്യിലാണ്. ഖുറാനിൽ സൊബർ എന്ന് പറയില്ല അല്ലേ? സൊബർ 200-ലേറെ പ്രാവശ്യം ഉപയോഗിച്ച വാക്കാണ്. സൊബർ എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താ? അപ്പോഴാണ് ശരിക്കും സൊബർ എന്താണെന്ന് മനസ്സിലാവുക. അതാണ് അതിൻ്റെ പ്രത്യേകത. അല്ലെങ്കിൽ നമ്മൾ സൊബറിന് എന്താ പറയുക? ക്ഷമ എന്നൊന്നും പറഞ്ഞാൽ പോരാ. അത് വളരെ വലിയൊരു അർത്ഥമുള്ളൊരു വാക്കാണ് സൊബർ. അതെന്താണെന്ന് മനസ്സിലാക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗം എന്താണെന്നറിയോ? അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണെന്ന് പഠിക്കല. എന്താണ്? അജ്ൽ എന്നാണ്. അജൂല എന്ന് പറഞ്ഞില്ലേ ഖുർആൻ? അജ്ൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ധൃതി, എടുത്തുചാട്ടം, വിവേകമില്ലാത്ത തീരുമാനങ്ങൾ, പെരുമാറ്റം, ഇതിനൊക്കെയാണ് അജ്ൽ എന്ന് പറയുക. അപ്പം സൊബർ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോഴേ സൊബർ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. സൊബർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വേദന വരുമ്പോൾ ക്ഷമിക്കുക എന്നുള്ള അതൊന്നുമല്ല സൊബർ. അതൊക്കെ സൊബറിലൊരു കണം മാത്രമാണ്. സൊബർ എന്ന് പറഞ്ഞാൽ 200-ലേറെ സ്ഥലങ്ങളിൽ ഒരിക്കൽ മങ്കട അബ്ദുൽ അസീസ് മൗലവിയായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, 200-ലേറെ സ്ഥലങ്ങളിൽ സൊബർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 200-ലേറെ സ്ഥലങ്ങളിൽ ഖുർആൻ ഉപയോഗിച്ച സൊബറും പലതരം സൊബറുകളാണെന്ന് അദ്ദേഹം പറയുന്നത്. സൂക്ഷ്മമായിട്ട് വായിക്കുമ്പോഴാണ് അത് മനസ്സിലാവുക. സൊബർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു മുസ്ലിമിൻ്റെ പേഴ്സണാലിറ്റിയാണ്, ഒരു നല്ല മനുഷ്യൻ്റെയും പേഴ്സണാലിറ്റിയാണ് കേട്ടോ സൊബർ.
അയാളിങ്ങനെ പുലർത്തുന്ന ഒരു അച്ചടക്കമാണ്, ഒരു ആന്തരികമായ അച്ചടക്കം. വിസ്ഡം എന്ന് പറയുന്നത് അതാണ് സബർ. ഒരാളുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ആന്തരികമായ അച്ചടക്കമാണ്. അയാൾക്ക് നല്ല ബന്ധങ്ങളൊക്കെ സൂക്ഷിക്കാൻ പറ്റുള്ളൂ. അയാൾക്ക് മനുഷ്യരെ ഇങ്ങനെ അക്കമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരാളെ ഇങ്ങനെ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ നമ്മൾ ജോലി കഴിഞ്ഞിട്ട് ഓഫീസ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുമ്പോഴുണ്ട് അവളിങ്ങനെ കരഞ്ഞിരിക്കുന്നു. എന്തോ ഒരു കാരണത്താൽ അവളിങ്ങനെ വിങ്ങിപ്പൊട്ടിയിരിക്കുന്നുണ്ട്, കരയുന്നുണ്ട്. സാധാരണ നമ്മൾ വരുമ്പോഴുള്ളൊരു വെൽക്കമിങ് അല്ല അവിടെ ഉള്ളത്, അത്ര രസമുള്ളൊരു കാഴ്ചയുമല്ല. നമുക്ക് നേരെ ചെന്നിട്ട് ചൂടാവാം, വരുമ്പോൾ തന്നെ കാണുന്ന കാഴ്ചയാണോ എന്നൊക്കെ. സ്വാഭാവികമായിട്ട് അതിന് വലിയ പണിയൊന്നുമില്ല, സ്വാഭാവികമായിട്ടും ചെയ്യാവുന്ന, ഏതൊരു മനുഷ്യനും ചെയ്തു പോകാവുന്ന എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ ഈ ഒരു സ്വബറുള്ള മനുഷ്യനാകുമ്പോൾ എന്താ ചെയ്യുന്നതെന്നറിയാം, അടുത്തേക്ക് ഇങ്ങനെ ചെന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് എനിക്ക് പറ്റിയെന്ന് എനിക്ക് അറിയില്ല, എന്തായാലും എന്തോ പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണല്ലോ കരയണത്, ചെന്നാലും നീ കരയില്ലേ, പരിഹാരങ്ങൾ ഉണ്ടാക്കാം, നമുക്ക് എല്ലാവരും കൂടി ചെയ്യാമെന്നേ, നിങ്ങൾ കരയില്ലേ, നീ കരയില്ലേ എന്നൊരൊറ്റ വാക്കുകൊണ്ട് ആ കരച്ചിലിൻ്റെ ഇൻറ്റൻസിറ്റിയൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും. അതാണ് സബർ. സബർ എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ഉണ്ടാകുന്നൊരു ആന്തരികമായ അച്ചടക്കമാണത്. അതേറ്റവും പ്രകടമാണ് ശരിക്കും കുടുംബജീവിതത്തിൽ. കാരണം ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അയാളിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ള. ഓരോ ദിവസവും മാറുന്നുണ്ട് മനുഷ്യർ. അങ്ങനെ മാറുകയും വേണം മനുഷ്യർ, ഇല്ലെങ്കിൽ നമ്മൾ കല്ലാവും. കല്ലിന് മാറ്റങ്ങളൊന്നുമില്ലല്ലോ, കല്ലിന് പോലും മാറ്റങ്ങൾ വരുന്നുണ്ട്. ഒരു പാറയെ മാറ്റുന്നത് ഒരു നീരൊഴുക്കാണ് കേട്ടോ, അല്ലേ? കാലങ്ങളായി, നൂറ്റാണ്ടുകളായി, യുഗങ്ങളായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നീരൊഴുക്കിനൊരു പാറയെപ്പോലും മാറ്റാൻ കഴിയും. സൗമ്യത എന്ന് പറയുന്നത് അതുകൂടിയാണ്. സൗമ്യമായ ഒരാളുടെ പെരുമാറ്റം കൊണ്ട് അത്ര സൗമ്യനല്ലാത്തൊരാൾ മാറും. ദിനോസറുകൾ തീർന്നു പോവുകയും കുഞ്ഞുറുമ്പുകൾ ബാക്കിയാവുകയും ചെയ്ത ലോകമാണ് നമ്മുടെ ലോകം. അതുകൊണ്ട് സൗമ്യതയ്ക്കേ പ്രാധാന്യമുള്ളൂ. അഹങ്കാരത്തിനോ ജാടകൾക്കോ ഒന്നും ലോകത്തൊന്നും ബാക്കിയാക്കാൻ കഴിയില്ല എന്നേ. അല്ലെങ്കിൽ ദിനോസറുകളൊക്കെ കൂടെ ബാക്കിയാവില്ലായിരുന്നു. ആ ദിനോസറിൻ്റെ എത്രയോ മടങ്ങ് ചെറിയ കുഞ്ഞു കുഞ്ഞു ഉറുമ്പുകൾ ലോകത്ത് ബാക്കിയായിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു പ്രാണികൾ ലോകത്ത് ബാക്കിയായിട്ടുണ്ട്. ദിനോസറുകളൊക്കെ മരിച്ചു പോവുകയും ചെയ്ത്. അതുകൊണ്ട് സൗമ്യമാകുമ്പോൾ ഒരാളുടെ ബന്ധങ്ങൾക്ക് എന്തൊരു അഴകാണ്. ലോകത്ത് ഒരാൾക്ക് മറ്റൊരാളോട് പറയാവുന്ന ഏറ്റവും മനോഹരമായ വാക്കെന്താണെന്നറിയാം നിങ്ങൾ? എൻ്റെ എന്നുള്ള വാക്കാണ്. ഈ എൻ്റെതാടോ എന്നുള്ളൊരു വാക്ക്. എൻ്റെ 2 അക്ഷരങ്ങളേ ഉള്ളൂ. പക്ഷെ ആ വാക്കിന് ഒരു മനുഷ്യന് കൊടുക്കാവുന്ന വല്ലാത്തൊരു ഊർജ്ജമുണ്ട്. മുസാ നബിയെക്കുറിച്ച് പറയുമ്പോൾ മുസാ നബിയുടെ ഉമ്മയോട് പറയണില്ലേ എൻ്റെ, പഠിച്ചോൻ അങ്ങനെ പറഞ്ഞു. സൗർ ഗുഹയിലിരിക്കുമ്പോൾ പേടിച്ചു പോയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എന്തിനാണ് പേടിക്കുന്നത്? മാ ലന്നക്കയ്യ അബൂബക്കർ ബിസ്നൈ. 2 ആളെക്കുറിച്ച് എന്താ അഭിപ്രായം? ആ ഗുഹയിലിരുന്നിട്ട് ചോദിക്കുകയാണ്, എന്താ 2 ആളെക്കുറിച്ച് അഭിപ്രായം? വല്ലാഹു സാലിസുഹും, 3-മനായി പഠിച്ചോണ്ടെന്ന്. ആ പഠിച്ചോനെ പറഞ്ഞത് നിങ്ങളെൻ്റെ, നിങ്ങളെൻ്റെ, നിങ്ങളെൻ്റെ. എൻ്റെ റബ്ബേ എന്ന് പറഞ്ഞൊരു വിളിയുണ്ടല്ലോ, റബ്ബി. എന്തൊരു ഉള്ളിലേക്കിറങ്ങുന്ന സ്നേഹത്തോടെ ഒരാൾ വിളിക്കുന്ന പേരാണത്. പക്ഷേ അധിക പ്രാർത്ഥനകളും ബഹുവചനമാണ് കേട്ടോ. ഏകവചനമുള്ള പ്രാർത്ഥനകൾ വളരെ കുറവാണ്. റബ്ബന എന്നാണ് കൂടുതൽ. പ്രാർത്ഥനകളിൽ അധികവും ബഹുവചനങ്ങളാണ്. അവിടെ ഞാനില്ല, ഞങ്ങളേ ഉള്ളൂ. ഒരാളെപ്പോഴാണോ ഞാനിലേക്ക് ചുരുങ്ങുന്നത് അപ്പോൾ അയാളുടെ പ്രാർത്ഥനയുടെ ഇൻറ്റൻസിറ്റി കുറയുക ചെയ്യുക. എനിക്ക് മാത്രം പോരാ, എല്ലാവർക്കും വേണം എന്നൊരാൾ പറയുമ്പോഴാണ്. അപ്പോൾ ഒരാളോട് പറയാവുന്ന ഏറ്റവും നല്ല വാക്ക് ശരിക്കും അതാ, ഈ എൻ്റെതാടോ. എം സുകുമാരൻ എന്ന് പറഞ്ഞൊരു കഥാകൃത്തുണ്ട് മലയാളത്തിൽ, മരിച്ചു. കുറച്ച് കഥകൾ എഴുതിയിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഒരു കഥയുണ്ട്. 1962 അദ്ദേഹം 19ാമത്തെ വയസ്സിൽ എഴുതിയ കഥയാണ്. മഴത്തുള്ളികൾ എന്നാണ് കഥയുടെ പേര്. ആ കഥയിലുണ്ട്, ക്ഷയരോഗം ബാധിച്ച് കിടക്കുന്നൊരു പെൺകുട്ടിയാണ്. അവളുടെ മനസ്സിലിങ്ങനെ വരുന്ന ചിന്തകളാണ് കഥയായിട്ട് ഇങ്ങനെ മാറുന്നത്. കഥ പോകുന്നത് അവളുടെ മനസ്സിലെ ആ ചിന്തകളിലൂടെയാണ്. അവളുടെ ഏറ്റവും വലിയൊരു ആധി അവളുടെ ഭർത്താവിനെ കുറിച്ചാണ്. കാരണം ഇവളുടെ സൗന്ദര്യവും ആരോഗ്യമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് വേറെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് ആകർഷണം തോന്നുമോ, എന്നോട് ഇഷ്ടം കുറഞ്ഞിട്ടുണ്ടോ, ഇതൊക്കെയാണ് ചിന്തിക്കുന്നത്. അവളുടെ അനിയത്തിയുണ്ട് അവിടെ വീട്ടിൽ. ആ അനിയത്തിയോട് ഏതെങ്കിലും തരത്തിലുള്ള ആകർഷണം ഇയാൾക്ക് തോന്നുന്നുണ്ടോ എന്നൊരു പേടിയാണ് വരുന്നത്. ആ പേടി വല്ലാതെ മൂർച്ഛിച്ച് അങ്ങനെ തന്നെ ആകുമെന്നൊക്കെ ചിന്തിച്ച് ഒരു രാത്രി എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോവുക. എന്നിട്ട് കിണറിൻ്റെ അടുത്ത് ചെന്നിട്ട് കയറ് കയ്യിലെടുത്തിട്ട് അവളൊരു മരക്കൊമ്പിലേക്ക് നടന്നു പോവുകയാണ് മരിച്ചു തൂങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷെ ക്ഷയരോഗം ആയതുകൊണ്ട് അവൾ അറിയാതെ ചുമച്ചുപോയി.
അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാൾ വന്നിട്ടേ അയാളുടെ തോളിലിങ്ങനെ പിടിച്ചു. അവളുടെ കയ്യിലുള്ള കയറ് കണ്ടിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ രാധേ നീ എന്താ ചെയ്യുന്നത്? അവൾ ആരെയാണോ തെറ്റിദ്ധരിച്ചത് ആ മനുഷ്യനായിരുന്നു. അയാളിങ്ങനെ കരയുന്നുണ്ട്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, ആണുങ്ങൾ കരയുമോ? അപ്പോൾ അയാൾ അവളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് രണ്ടാളും കരഞ്ഞു. ബനിയനിട്ട ചുമലിലേക്ക് ചാഴ്ന്ന് കിടന്ന് അവളും പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, ഞാനൊരു രോഗിയല്ലേ ഏട്ടാ, ഞാനൊരു രോഗിയല്ലേ ഏട്ടാ. അപ്പോൾ അയാൾ അവളെ ഒന്നുകൂടി ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് പറയുന്നുണ്ട്, അതിനെന്താണ് എൻ്റെ രാധേ, നീ എൻ്റേതല്ലട്, നീ എൻ്റേതല്ലടി എന്ന് ചോദിക്കുന്നു. ആ ഒറ്റ വാക്കിൻ്റെ തുമ്പിൽ പിടിച്ചിട്ടാണ് ആ പെൺകുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കുന്നത്. ഇതാണ് ആ വാക്ക്, എൻ്റെ. ആ ഒറ്റ വാക്കൊക്കെ മതിയാവും മനുഷ്യനിങ്ങനെ ജീവിക്കാൻ. വാക്ക് വിത്താണെന്ന് പറയുന്നുണ്ട് ബൈബിള്. വാക്ക് ശരിക്കും വിത്താണെന്നേ. ഒരാപ്പിളിനകത്ത് എത്ര വിത്തുണ്ട് എന്ന് നമുക്ക് എണ്ണി നോക്കാൻ കഴിയും അല്ലേ? പക്ഷേ ഒരു വിത്തിനകത്ത് എത്ര ആപ്പിളുണ്ടെന്ന് എണ്ണി നോക്കാൻ കഴിയില്ല. അതാണ് വിത്ത് എന്ന് പറയുന്നത്. അതതിൻ്റെ സാധ്യതയാണ്, പൊട്ടൻഷ്യാലിറ്റിയാണ്. ഓരോ വാക്കിനും അങ്ങനെ ഒരു ശക്തിയുണ്ട്. അത് ഏതെങ്കിലും ഒരു കാലത്ത് ഇങ്ങനെ തളിർക്കാൻ മനുഷ്യൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും. നമ്മളൊരാളോട് പറയുമ്പോൾ ചിലപ്പോൾ അയാൾക്കത് ഉപയോഗപ്പെട്ടിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ വരാനിരിക്കുന്ന ഏതെങ്കിലും ഒരു കാലത്തൊരു മഴയിൽ, ഉചിതമായൊരു സന്ദർഭത്തിൽ ആ വാക്കിങ്ങനെ തളിർക്കുന്നത് കാണാം. ശരിക്കും വേദവാക്യങ്ങളും അങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് പറയാൻ വിചാരിച്ചത്. എൻ്റെ സമയം കഴിഞ്ഞുപോയി.